മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലത്ത് പള്ളിവളപ്പിൽ സ്യൂട്ട് കേസിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തി. ശാരദാമഠം CSI പള്ളിയിലെ സെമിത്തേരിക്ക് സമീപമുള്ള പറമ്പിലാണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എല്ലാ അസ്ഥികളും ഇല്ലെന്ന് പ്രാഥമിക നിഗമനം. ആരെങ്കിലും പെട്ടിയിലാക്കി ഉപേക്ഷിച്ചതാകാനാണ് സാധ്യത എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ചാൻസ് ഉള്ളൂ. ചെറിയ സൂട്ട് കേസാണ്. അത് കുറച്ച് എല്ലാ പാർട്ടും ഇല്ല. ഫുള്ളി ഡീകമ്പോസ്ഡ് ആണ്. വെരി നമ്മുടെ പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ വി ആർ എക്സ്പ്ലോറിംഗ് ഓൾ ആംഗിൾസ്. ആളുകൾ സ്ഥിരമായി മാലിന്യം തള്ളുന്ന സ്ഥലത്ത് നിന്നാണ് സ്യൂട്ട് കേസ് കണ്ടെത്തിയത് എന്ന് കപ്പ്യാർ പ്രതികരിച്ചു. ഇവിടെ വേസ്റ്റുകളൊക്കെ ആൾക്കാർ കൊണ്ട് തള്ളുന്ന ഒരു മേഖലയാണ്. വേസ്റ്റ് എല്ലാം അതിനകത്താണ് തള്ളുന്നത്. വെളിപ്പുറത്തുനിന്ന് അത്യാവശ്യം കണ്ടു പിടിച്ചിട്ട് എന്നിട്ട് എന്ത് അടിച്ച് വിട്ടിട്ട് കൂടി കളയും വണ്ടി. അങ്ങനെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കാൻ. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, എപ്പോഴാണ് ഈ മൃതദേഹം ഇങ്ങനെ സ്യൂട്ട് കേസിലാക്കിയ നിലയിൽ കണ്ടെത്തിയത്? എന്തെങ്കിലും സൂചനകൾ പോലീസിന് ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ടോ? ലക്ഷ്മി പത്മ, ഏതാണ്ട് 9:50 കൂടിയാണ് ഈ സംഭവം കാണുന്നത്. അതായത് ഈ സെമിത്തേരിയിൽ ഒരു പൈപ്പ് ലൈൻ വലിക്കുന്നതിന്റെ ഭാഗമായി ആ പരിസരം വൃത്തിയാക്കുകയായിരുന്നു കപ്പ്യാര്. ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ ചവറ്റുകൂണയ്ക്കിടയിൽ ഒരു സൂട്ട് കേസ് കാണപ്പെട്ടത്. അതും സൂട്ട് കേസ് തുറന്ന നിലയിലാണ് കാണപ്പെട്ടത്. അപ്പോഴാണ് അത് അസ്ഥികൂടമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. സാധാരണയായി ഈ സെമിത്തേരിയിൽ ഇത്തരം അസ്ഥികൂടങ്ങൾ ഉപേക്ഷിക്കുന്ന പതിവില്ല എന്നാണ് പള്ളി വികാരിയും പറയുന്നത്. അങ്ങനെ അസ്വാഭാവികത തോന്നിയതുകൊണ്ടാണ് അവർ പോലീസിനെ ആദ്യം വിവരം അറിയിച്ചത്. പോലീസ് എത്തി ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധന നടത്തി. അസ്ഥികൂടത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇല്ല. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞതുപോലെ എല്ലാ ഭാഗങ്ങളും അസ്ഥികൂടത്തിന് ഇല്ല. തുടയില്, അതുപോലെ നട്ടലിന്റെ ഭാഗം തുടങ്ങിയ തലയൊട്ടി തുടങ്ങിയ ഭാഗങ്ങൾ മാത്രമേ നിലവിൽ ഇതിനുള്ളിലുള്ളൂ. അത് മറ്റവർ പറമ്പോ മറ്റോ ആളുകൾ വൃത്തിയാക്കിയ സമയത്ത് കിട്ടിയ അസ്ഥികളായിരിക്കാം ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ ഈ സ്ഥലത്തേക്ക് എത്തണം. അവരെത്തി പരിശോധന നടത്തണം. അസ്ഥിക്ക് എത്ര കാലപ്പഴക്കമുണ്ട്, അതുപോലെ ഈ പ്രാഥമികമായി പോലീസ് നടത്തിയ പരിശോധന ഈ സൂട്ട് കേസിന് കുറെ കാലത്തെ പഴക്കമുണ്ട്. അതുപോലെ അസ്ഥിക്കും വർഷങ്ങളോളം മണ്ണിൽ കിടന്ന നിലയിലാണ് അസ്ഥി ഉള്ളത്. അത് വർഷങ്ങളോളം മണ്ണിൽ കിടന്നാലേ ഇത്തരത്തിൽ ദ്രവിച്ചു പോവുകയുള്ളൂ എന്നും പ്രാഥമികമായി പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഫോറൻസിക് അധികൃതർ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാൻ സംഭവ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തും. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുൾ, കൊല്ലത്ത് നിന്ന്.